ഹായ്, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുണ്ടോ? അതിപ്പെങ്ങനെ അറിയാം അല്ലേ? 7 അടയാളങ്ങളുണ്ടെന്നാണ്. ഈ 7 അടയാളങ്ങളുമുള്ള ഭർത്താവാണെങ്കിൽ അടിപൊളിയാവും ലൈഫ്. ഈ 7 എണ്ണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? 7 എണ്ണം ഉണ്ടാകാനുള്ള പണിയെടുക്കണം. ഇന്നൊരു അടിപൊളി വിഷയമാണ് ഞാൻ പറയുന്നത്. എന്താണത്? സ്നേഹം, പ്രണയമൊക്കെ പറയുന്നത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഈ സംഗതി ഇല്ലാണ്ടായിപ്പോയാൽ പിന്നെ ജീവിതം എന്തിനു കൊള്ളാം? ചില ഭാര്യമാർ പറയും, എൻ്റെ ഇക്കാക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ പുറത്ത് കാണിക്കണില്ല. ഈ പുറത്ത് കാണിക്കാത്ത സ്നേഹം എന്തിനു കൊള്ളാം? അതുകൊണ്ട് ഒരു കാര്യവുമില്ല. വാപ്പച്ചിമാരോടും ഭർത്താക്കന്മാരോടും പറയട്ടെ, പുറത്ത് കാണിക്കാത്ത സ്നേഹം അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എക്സാമ്പിൾ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഫുൾ ബുക്കുകളാണ്, അതായത് ഷെൽഫ് മുഴുവനും ബുക്കുകളാണ്. പക്ഷേ ഞാനൊന്നും തുറന്നു നോക്കാറില്ല. പക്ഷേ ബുക്കുണ്ടായിട്ടെന്താ കാര്യം? ആ ബുക്കിൽ നിന്ന് അറിവ് കിട്ടുമ്പോഴേ അത് എനിക്ക് ഉപകരിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴേ അത് അവർക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത സ്നേഹം കൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചിലർ പറയും, സ്നേഹം കാണിച്ചാൽ അവൾ തലയിൽ കയറും. പിന്നെ അവൾ തലയിൽ കയറാൻ എന്താ കുരങ്ങാണോ? ലൈഫ് അല്ലാഹു തആല അടിപൊളിയാക്കി തരട്ടെ, ആമീൻ. അപ്പോൾ നമുക്ക് നോക്കാം ആ 7 എണ്ണം ഏതൊക്കെയാണെന്ന്. അതിൽ ഒന്നാമത്തേത്, തൻ്റെ പ്രിയപ്പെട്ടവളെ ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കണം. രണ്ടാമത്തേത്, ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. മൂന്നാമത്തേത്, ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കൽ. നാലാമത്തേത്, ഭാര്യയുടെ ഇബാദത്തിൽ സഹായിക്കണം. അഞ്ചാമത്തേത്, സലാം പറയൽ, അതായത് പുഞ്ചിരിയോട് കൂടെ സലാം പറയൽ. 6, ലൈംഗിക വിഷയത്തിൽ ഭാര്യയുടെ തൃപ്തി ചോദിച്ചറിയൽ. 7, ഭാര്യ വീട്ടുകാരെ പരിഗണിക്കൽ. ഇതാണ് സ്നേഹമുള്ള ഭർത്താവിൻ്റെ 7 അടയാളങ്ങൾ. ഇതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിനോട് തിരിച്ച് അങ്ങോട്ടും ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ നല്ല സ്നേഹം കൂടാനായിട്ട് പറയേണ്ട ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ നല്ല സ്നേഹം കൂടാനായിട്ട് 11 ദിവസം അള്ളാഹുവിൻ്റെ യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മ 5 വക്ത് നിസ്കാരത്തിന് ശേഷം 114 തവണ മനസ്സറിഞ്ഞ് കണ്ടിന്യൂ ആയിട്ട് പറയണം. അള്ളാഹു നമ്മളുടെ ദാമ്പത്യ ജീവിതം സന്തോഷമാക്കി തരട്ടെ, ആമീൻ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.